അളിയ അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ അപ്പൊ അളിയ നിന്റെ കേട്ടില്ല, നിന്റെ തോട്ട് കേട്ടില്ല. പറ. അപ്പൊ ഇത്ര പേർത്ത് നമ്മൾ പറയുവാണ് നമ്മുടെ ഈ ഒരു സമയത്ത്. അല്ലല്ല ആഡല്ല സെമി ഫൈനൽ ഫൈനലിനെ കുറിച്ചും പറയടാ. അപ്പൊ പറയുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ ജോക്കി, ഞാനൊരു കമന്ററി ഒരു ഹോസ്റ്റ് എന്ന ഒരു ഇതല്ലാണ്ട് തന്നെ പ്ലെയർ കൂടെയാണ്. പാട്ടും പാടിക്കൊണ്ടുവന്ന് എന്തെങ്കിലും ജോക്കി ക്യാം ആടാക്ക്. ഞാൻ എല്ലാവരുടെയും ക്യാം ആടാക്കാം. എല്ലാവരുടെയും ക്യാം ആടാക്കിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കാം. ടൂർണമെന്റ് കാണണ്ട നീ. ഞാൻ ആഡ് പറയട്ടെടാ. ഗോകു നീ പറയുന്ന ഇത്തവണ പറഞ്ഞു. നമ്മുടെ കേരളക്കരയിലെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റികളിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ടൂർണമെന്റ്. ആ ടൂർണമെന്റിനെ പൊക്കി എടുത്തുകൊണ്ട് വന്ന് അതും GTA-യിൽ ഒരു PUBG പോലത്തെ ഒരു ടൂർണമെന്റ് നടത്താൻ വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും പ്രചോദനമായി ഈ ടൂർണമെന്റിന്റെ ഏക സ്പോൺസറായ നമ്മുടെ പൊന്നോമന പുത്രൻ ഈഗിൾ ഗെയിമിംഗ് സ്ട്രീംസ് കാണാൻ കിക്കിൽ ഈഗിൾ ഗെയിമിംഗ്, ഫൺ എലമെന്റ്സ് കാണാൻ യൂട്യൂബിൽ ഈഗിൾ ഗെയിമിംഗ്. ഈ ടൂർണമെന്റിന്റെ എല്ലാമായ നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ആണ് ഈ ടൂർണമെന്റിന്റെ സ്പോൺസർ. ആഡന്റ് താങ്ക് യു സോ മച്ച്. അപ്പൊ ഈഗിൾ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മാച്ച് നമ്മുടെ നോക്കുകയാണെങ്കിൽ മാസിന്റെ ഒരു 32 കിലോ അടുത്തുള്ള ഒരു മാസ് കാണിക്കും. അതേപോലെ രണ്ടാമത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ 31 കിലോയുടെ കേവിയുടെ ഒരു കാവും അല്ല ഞാൻ മാസിന്റെ മാസും കേവിയുടെ അങ്ങനെ ഓക്കെ പോട്ടെ. എന്തായാലും ആ ഒരു ഡോമിനേഷൻ, പ്യൂർ ഡോമിനേഷൻ കണ്ടിട്ട് സെമി ഫൈനലൊക്കെ ഇനി എന്തായിരിക്കും എന്നുള്ളൊരു ഇത് പറഞ്ഞു ഈഗിളുടെ ഒരു ഇത്. അത് ഇന്നലത്തെ പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ മാഫിയൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും കില്ല് 69 കില്ലൊക്കെ എടുത്താണ് സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സെമി ഫൈനലും ഫൈനലും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടീം ആയിരിക്കുമല്ലോ ഒബ്വിയസ്ലി എന്തായാലും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താ പറയാ, നമ്മുടെ അകത്ത് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ടീംസും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ടീംസും തമ്മിലുള്ള ബാറ്റിലായിരിക്കും സെമി ഫൈനലും ഫൈനലും. ഏതാ അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ മിസ്റ്റർ ഗോകു? ഒരു മാറ്റമില്ല. നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മാച്ചസ് ഒക്കെ ഗ്രൂപ്പൊക്കെ നോക്കുവാണെങ്കിൽ ഇനിയും നമ്മളെ പേര് കുറെ കേട്ടിട്ടുള്ള ടീംസ് ആണ് ഇനി അങ്ങോട്ടൊക്കെ ഗ്രൂപ്പ് സ്റ്റേജസിൽ വരുന്നത്. സോ ഇപ്പോ ഇങ്ങനെ ലോബി ഒറ്റ സെക്കൻഡ് മിസ്റ്റർ ഗോകു, ലോബി ആക്ച്വലി നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. 10-12 ലോബി നമ്മൾ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത്. ആൻഡ് ഇവിടുന്ന് നമുക്ക് പ്ലേയേഴ്സിനെ ജോയിൻ ചെയ്യാൻ മാക്സിമം നമ്മൾ 10 minutes 10:22 മാച്ച് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. 10 മിനിറ്റിനകത്ത് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 10:20 8 മിനിറ്റ് 10:20 കൊടുക്കാൻ സമയം. 10:20 10:20 മാച്ച് തുടങ്ങും. മാക്സിമം ഒരു 1 minute കൂടെ എക്സ്ട്രാ കൊടുക്കുന്നതായിരിക്കും. 10:20 മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഗോ കണ്ടിന്യൂ. ശരി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കോമാളി അല്ല, ഞാൻ ഒരു ഹോസ്റ്റാ. എന്റെ പേരുണ്ടായിരുന്നു ബ്രാവോ ഗെയിമി, ഈഗിൾ ഗെയിമി, എമർജി ഗോകു. MRC ഗോകു അങ്ങനെ വിളിക്കാം. MRC ഗോകു. അങ്ങനല്ല പിന്നെ അപ്പൊ ഞാനും പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്കും തരണ്ടേ ഒരു ഇത്. ഞാനാണെങ്കിൽ എന്റെ നാക്കൊക്കെ കുഴഞ്ഞ് കറക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് വരാനായിട്ട് നീ ഒരു കുറച്ച് ടൈപ്പ് തരണം എനിക്ക്. ഓക്കെ, അത് നീ കുറച്ചുകൂടെ മനസ്സിലാക്കണം. നീ പിന്നെ കമന്ററി പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ വായു എടുക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതും കൂടെ ഒന്ന് എനിക്കൊന്ന് അറിയിക്കണം. കാരണം ഞാൻ നേരത്തെ ഒരു പ്രോപ്പർ കമന്ററി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിയാം. അതായത് ഒരാൾ നിർത്തുമ്പോ ഇപ്പൊ എക്സാമ്പിൾ രണ്ടുപേരുടെ ഫൈറ്റ് വന്നോണ്ടിരിക്കുകയാണ്, കിടിലൻ ഫൈറ്റ് ആണ്, ആ ഫൈറ്റ് വായ്പായി അടിപൊളി എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി കഴിയുമ്പോ അപ്പോഴേ അവിടെ നിന്ന് തുടങ്ങണം. ആ ഫ്ലോ അങ്ങനെ വരണം, ഒഴുകി അങ്ങ് പോകണം. അത് ഈ ലൈവ് കഴിയുമ്പോ നീ എടുത്ത് ഒന്നും കൂടെ നോക്കണം. എന്റെ വായിരുന്ന് ഇങ്ങനെ വരുമ്പോ അടുത്തത് നിന്റത് വീണ്ടും വരും. അത് നീ വരാനുള്ള ഡിലേ കൊണ്ടാണ്. ആ സ്ലൈറ്റ് ഡിലേ അവിടെ വരാൻ പറ്റത്തില്ല, പാടില്ല. അത് ഞാൻ ആലേക്ക് വേണം. നീ എമ്പക്കം വിടാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതാണോ അല്ല ശ്വാസം എടുക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നതാണോ? അല്ല, ഞാൻ ക്യാമറ നോക്കി ഞാൻ എപ്പോ സ്റ്റോപ്പ് ചെയ്താലും നീ പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ അഥവാ ഇനി തുടങ്ങിയാലും ഞാൻ അങ്ങ് നിർത്തും. മനസ്സിലായോ? നമ്മൾ മാറി മാറി പറയാം. ഓക്കെ, ഈ കളിയിൽ നമ്മൾ ഇതായിരിക്കണം. എന്താണ് നിങ്ങൾക്ക് പറയട്ടെ? ചാറ്റ് ഈ ഒരു മാച്ചസ് കണ്ടിട്ട് നിങ്ങൾ പുളകിത് തന്നെയാണോ? എന്താണ്
പറയൂ. പറയൂ. നിങ്ങളൊക്കെയാണ് നമ്മുടെ പ്രയോജനം പ്രചോദനം. പ്രയോജനമോ? ആ പ്രയോജനമുണ്ട്. വ്യൂവേഴ്സ് ഉള്ളതാണല്ലോ നമുക്ക് പ്രയോജനം വരുന്നത്. ഉറപ്പായിട്ടും അത് കറക്റ്റാണ്. ഒബ്വിയസ്ലി പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ഒറ്റ വാക്കിൽ രണ്ടും കണക്ട് ചെയ്തില്ല. അതാണ് എന്റെ ഒരു ഹോസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ ഒരു സക്സസ്. ഒബ്വിയസ്ലി ദാറ്റ്സ് ഗുഡ്. വെരി ഗുഡ്. അതെ, നിങ്ങളാണ്, നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടൊക്കെ കാരണമാണ് നമ്മൾ വീണ്ടും ഇതേപോലെ നല്ല നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് ഇതുപോലെ ടൂർണമെന്റ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ടൂർണമെന്റ് ജയിക്കുന്ന ടീമിന് മാത്രമല്ല, എനിക്ക് UK കേരളത്തിലോട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് വരെ നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് എടുത്തു തരുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ആളാണ് നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ഗോകുന്റെ DJ വേണം എന്ന് കുറച്ച് പേര് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് പിന്നീട് ആക്കാം. നമുക്ക് ഫൈനൽസിൽ നമുക്ക് ഓരോ ബ്രേക്കിന് നമുക്ക് ഇങ്ങനെ DJ സെറ്റ് ചെയ്യാം അല്ലേ? യെസ്, DJ അടുത്ത ബ്രേക്കിന് ഗോകു. അങ്ങനല്ല, ഫൈനൽസിൽ അല്ലല്ല, ഇന്നൊരു DJ നമ്മൾ ഫൈനലിലാണോ നമ്മൾ ഓരോന്ന് സെറ്റ് ചെയ്യണേ? അപ്പൊ നീ ഫൈനലിൽ ക്വാളിഫൈ ആവത്തില്ലെന്നാണ് നീ പറയണത്? അപ്പൊ പിന്നെ നമ്മള് ഇന്റർവ്യൂല് ഞാൻ വന്ന് ചെയ്തിട്ട് പോവാ. അത് നടക്കുന്ന കാര്യമല്ല. പറയട്ടെ, ഇത് എന്നാലും ഈകള് നന്ദിയുണ്ട്. ഇത് 4 മിനിറ്റിൽ ഒരു DJ പ്ലേ ചെയ്ത് കൊടുക്കും മിസ്റ്റർ. എങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാട്ട് സെറ്റ് ചെയ്യണ്ടേ? പാട്ടൊക്കെ പെട്ടെന്ന് എടുക്കണം. പക്ഷെ അതെ, ഇനി എന്റെ ഓബീസ് ഇട്ടല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ദ 5 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. മുത്താണ് താങ്ക് യു അളിയാ. നീ കൂടെ ഒന്ന് പറയാം. താങ്ക് യു സോ മച്ച് ഫോർ ദ 5 സബ്സ്. ഒരു ഹഗ്. അപ്പൊ തിരിച്ചാളിയാ, ആണുങ്ങൾക്ക് ഉമ്മയും പെണ്ണുങ്ങൾക്ക് ഹഗ് മാത്രല്ലേ? അതെ. ചില്ലറയല്ല. എന്നാലും അത് ഒഴിവാക്കാൻ പറ്റൂല. ജെൻഡർ ഇക്വാലിറ്റി അതിൽ പ്രശ്നം വരും. താങ്ക് യു സോ മച്ച് ഫോർ ദ 5 സബ്സ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റ് പറഞ്ഞു. അൺബാൻ തന്നെ വിളിക്കണം, ഊമ്പെന്ന് വിളിക്കരുത്. അഡ്വാൻറ്റ് ഉറപ്പായിട്ട് ഈ വട്ടം അഡ്വാൻറ്റ് തന്നെ വിളിച്ചിരിക്കും. മൂവ്മെന്റ് ഒരിക്കലും അത് ഇന്നലെ അബദ്ധത്തിൽ അഴുതി വീണ് പോയതാണ്. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനത് സോറി പറയുന്നു. സോ സോറി ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട്. അവനിത് കഴിഞ്ഞിട്ട് ക്ലിപ്പ് കട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ ഉറപ്പായിട്ടും അഡ്വാൻറ്റ് കട്ട് ചെയ്യുമ്പോ ഇതൊക്കെയാണ് ഒന്ന് തീർന്നത്. അതെ ഉറപ്പായിട്ടും അഡ്വാൻറ്റ്. ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് അമ്മച്ചിയാണ് വരൂല. മോശമായി. നീ അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? മാസിനെ നീ എന്താ ഇപ്പൊ വിളിച്ചത്? മാസ് ഇസഡാ? അല്ല, നീ വായിച്ചോക്കെ MAS മാസ്. സോ 3 മിനിറ്റിൽ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. എത്ര പ്ലേയേഴ്സ് ജോയിൻ ആയിട്ടുണ്ട്? 81 പ്ലേയേഴ്സ്. 19 പ്ലേയേഴ്സ് സ്റ്റിൽ വരാനുണ്ട്. നമ്മൾ ആരായിരുന്നു പറഞ്ഞ കഴിഞ്ഞ കളി സ്ലോട്ട് മാറ്റുമെന്ന് പറഞ്ഞത്? കൈ കയറി. ഈ വട്ടം ഫുൾ സ്റ്റിൽ ഒരാൾ കയറിയിട്ടില്ല. സോ നമുക്ക് നോക്കാം. വടക്കൻ വീട്ടിൽ BNBയിൽ 2 പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാനുണ്ട്. അതുപോലെ സെനിലിൽ ഒരു പ്ലെയർ, കൈവാനിൽ ഒരു പ്ലെയർ, എലൈറ്റ് സ്ക്വാഡിൽ ഒരു പ്ലെയർ, RZ7 2 പ്ലേയേഴ്സ് ജോയിൻ ചെയ്യാനുണ്ട്. 2 മിനിറ്റ് കൂടെ ബാക്കി. അവരുടെ 2 പ്ലേയേഴ്സ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ IGZL 8 പ്ലേയേഴ്സ്, കഴക്കൂട്ടം FC വീണ്ടും 6 പ്ലേയേഴ്സ് വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. കഴിഞ്ഞ കളി 7 അല്ല ഉള്ളവർക്ക് 7 പേരെന്തുണ്ടായിരുന്നു? 7-8. ഇവരെന്താ ആളെ കേട്ടത് കളിക്കണേ? ആൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ ക്ലാസിക്കോ 8 പേരെ വെച്ചിട്ടാണ് ഈ വട്ടം വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ ലാ മസിയ എല്ലാം 6 പ്ലേയേഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് 2 മിനിറ്റ് സബ് മിസ്സായോ? സബ് ആരുടെ സബ്ബാണ് മിസ്സായേ? ആരുടെ സബ്? എനിക്ക് കാണിച്ചില്ല സബ്. ആരുടെ? ഇറ്റ്സ് മീ ടുണ്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ടുണ്ടു. താങ്ക് യു സോ മച്ച്. സോ ലാസ്റ്റ് 1 മിനിറ്റ്. 1 മിനിറ്റിനുള്ളിൽ പ്ലേയേഴ്സ് ജോയിൻ ചെയ്യണം. എക്സ്ട്രാ 1 മിനിറ്റ് കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതായിരിക്കും. ഒരു എക്സ്ട്രാ 1 മിനിറ്റ് കൂടെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഒന്ന് പ്ലെയർ ജോയിൻ ചെയ്ത് പ്ലേയേഴ്സ് ഒന്ന് എടുക്കൂ. സോ 85 പ്ലെയറിലോട്ട് കുറഞ്ഞിട്ടുണ്ട് 86-ൽ നിന്ന്. സോ 10-19 ആയിട്ടുണ്ട്. 1 മിനിറ്റ് 10-20 ആണ്. അവിടുന്ന് നമ്മൾ 1 മിനിറ്റ് കൂടെ എക്സ്ട്രാ കൊടുക്കും. നമുക്ക് നോക്കാം. 85 പ്ലേയേഴ്സ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ കറന്റ്ലി.
RSH7 സ്റ്റിൽ 8 പ്ലേയേഴ്സ് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. GC. 15 പ്ലേയേഴ്സും കൂടി വരാനുണ്ട്. കഴക്കൂട്ടം FC 7 പ്ലേയേഴ്സ്, എൽ ക്ലാസിക്കോയിൽ 8 പ്ലേയേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല. 5 മിനിറ്റ് ഒന്നും കൂട്ടാൻ പറ്റത്തില്ല കേസ്. അങ്ങനൊന്നും ഒരു ടീമിനും അങ്ങനത്തെ കൺസിഡറേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഇന്നലെ തൊട്ട് ടൂർണമെന്റ് കാണാത്തവർ ദയവ് ചെയ്ത് കുത്തിയിരുന്ന് കാണണം പ്ലീസ്. എല്ലാവർക്കും 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം. ആൻഡ് 10-20 ആയിട്ടുണ്ട്. ഫ്രം മൈ സൈഡ് 2 മിനിറ്റ് ഞാൻ എക്സ്ട്രാ കൊടുക്കുവാണ്. 2 മിനിറ്റോട് എക്സ്ട്രാ കൊടുക്കുവാണ്. 2 മിനിറ്റിനുള്ളിൽ കയറണം. ഒരു പ്ലേയേഴ്സിനും, അത് നിങ്ങൾ ആരും ചാറ്റിൽ എഴുതി കിടന്ന് തെറിവിളി അടിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 2 മിനിറ്റ് പറഞ്ഞ ടൈമിന് ലോബിയിൽ വരണം എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ 2 മിനിറ്റാണ് എക്സ്ട്രാ കൊടുത്തത്. ഈ മാച്ചിലും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അതായത് ഒരു പ്ലേയേഴ്സിൻ്റെ അടുത്തും ബൈസ്ഡായിട്ടല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ദയവേത് അങ്ങനത്തെ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കരുത്. 2 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കാം. 10-22 വരെ വെയിറ്റ് ചെയ്യും. 10-22 വരെ വെയിറ്റ് ചെയ്യും. നമ്മൾ 10-12 ഇട്ടത്. 10-12 to 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 10-22. 10 മിനിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോബിയിൽ ജോയിൻ ചെയ്യാൻ അത്രയും ടൈം എന്തായാലും എടുക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സോ 2 മിനിറ്റ് ഈസ് നോട്ട് ഫെയർ. നോട്ട് ഫെയർ ആണെങ്കിൽ ബ്രോ ഫെയർ അല്ലെന്നങ്ങ് വിശ്വസിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇന്നലെ തൊട്ട് ബ്രോ ഞങ്ങൾ ഇവിടെ ഒരു ടൂർണമെന്റിൽ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു ദിവസം 6 മാച്ച്, ഒരു ദിവസം 6 മാച്ചിൽ 10 മിനിറ്റ് പ്ലേയേഴ്സിന് ജോയിൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ 1 മണിക്കൂർ ഫിനിഷ് ആവും. ഇന്നലെ ഇവിടുത്തെ ഡെവലപ്പേഴ്സും പ്ലേയേഴ്സും എല്ലാം കിടന്നത് വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കുമാണ്. സോ ഒരു ഇതാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ തന്നെ 1 മണിക്കൂർ ടീം കയറാൻ വേണ്ടി മാത്രം പോയി. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ തന്നെ നോക്ക്. സോ അത് റൂളാണ്. ഒരു രീതിയിലും മാറ്റില്ല. ഇനി L ഇട്ടാലും W ഇട്ടാലും Z ഇട്ടാലും നോ ചേഞ്ചസ്. സോ അതൊക്കെ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് സി ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് സി നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ മാസ് ആണ് ഫസ്റ്റ് പോയിന്റ് ടേബിളിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ RSH7 മാസ് 42 പോയിന്റോടെയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്ന RSH7 23 പോയിന്റോടെയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൽ ക്ലാസിക്കോ 23 പോയിന്റ്. അതിനുശേഷം കഴക്കൂട്ട FC ആണ് 7 പോയിന്റ്സ്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ അതിന് ഒരു ചേഞ്ച് വരുത്തുവാൻ പറ്റുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നോക്കാം. ഗ്രൂപ്പ് സിയുടെ സെക്കൻഡ് മാച്ച് ആണ്. ആൻഡ് ദ ടൈം ആയി സ്റ്റാർട്ടിങ് ദ മാച്ച്. സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും അത് ജസ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് ഒരു ടീമിനും അങ്ങനത്തെ അതിൽ കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ലോബി ക്രിയേറ്റ് ആയതിനു ശേഷം 10 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. സോ സോറി. നിങ്ങൾ ആ ഒരു രീതിയിൽ ഹേറ്റും വേറെ ആയിട്ട് കൊണ്ടുവരരുത്. കൊണ്ടുവന്നാലും എനിക്കൊന്നും ഇല്ല. ഇറ്റ്സ് ഓക്കെ. ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേയൊക്കെ കേൾക്കേണ്ടി വരും. ബട്ട് അപ്പൊ നമുക്ക് മാച്ച് നമ്പർ 3 ഡേ 2 മാച്ച് നമ്പർ 3 ഈഗിൾ എക്സലാൻഡിസ് നടത്തുന്ന റാംപേജ് ദ PvP ടൂർണമെന്റിന്റെ മാച്ച് നമ്പർ 3 ഓഫ് ഡേ 2 ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമുക്ക് മാച്ചിലേക്ക് പോവാം. സോ മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ കൂടുതലും തേർഡ് പാർട്ടി ഫൈറ്റ്സ് ആണ് നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു മിസ്റ്റേക്ക് അവർ മനസ്സിലാക്കി ഈ ഒരു കളിയിൽ കുറച്ചും കൂടി ഒന്ന് സേഫ് ആയിട്ട് കളിക്കുമോ, അതോ അത് നേരത്തെ കളിച്ച പോലെ തന്നെ അഗ്രസീവ് ആയിട്ട് ഫൈറ്റ് ചെയ്യുമോ നമുക്ക് കണ്ടറിയാം. ലെറ്റ് സി. എല്ലാവരും അവരവരുടെ പ്ലേസിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് ഓരോ ലൂട്ടൊക്കെ എടുക്കട്ടെ. അതിനുശേഷം നമുക്ക് കാണാം നല്ലൊരു ഫൈറ്റ്. ലെറ്റ് സി. സോ പ്ലേയേഴ്സ് എല്ലാം അവരവരുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എൽ ക്ലാസിക്കോ അഗെയിൻ 8 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് കളിക്കുന്നത്. നല്ലൊരു ലൈനപ്പാണ്, നല്ല എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ലൈനപ്പ് ആയിരുന്നു. പക്ഷേ ഞാൻ അവരുടെ സൈഡിൽ നിന്ന് 8 പ്ലേയേഴ്സിനെ അല്ല എക്സ്പെക്ട് ചെയ്തത്. 10 പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് പോയിന്റ്സ് ഒക്കെ സെക്യൂർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ലൈനപ്പ് തന്നെയാണ് ക്ലാസിക്കോ. സോ അവരുടെ സൈഡിൽ നിന്ന് 2 പ്ലേയേഴ്സും കൂടി ജോയിൻ ചെയ്തിരുന്നെങ്കിൽ അവർക്കൊരു സ്ട്രോങ് ടീമായിട്ട് കളിക്കായിരുന്നു. സ്റ്റിൽ അവരുള്ള പ്ലേയേഴ്സിനെ വെച്ച് ലിമിറ്റഡ് ആയിട്ട് എത്ര പോയിന്റ്സ് സെക്യൂർ ചെയ്യും നമുക്ക് നോക്കി നോക്കാം. ക്ലാസിക്കോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ തേർഡാണ് നിൽക്കുന്നത് പോയിന്റ് ടേബിളിൽ അവരുടെ ഗ്രൂപ്പിൽ തന്നെ. ആണല്ലേ? ഈസി മാസം ഒരു ലൊക്കേഷൻ. സോ ഈസി മാസും കഴിഞ്ഞ ഘട്ടം ലോബി ഡോമിനേറ്റ് ചെയ്ത മാസും ഈസിയും ഒരുമിച്ചാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു. എൽ ക്ലാസിക്കോ വേഴ്സസ് മാസ്. ആദ്യം തന്നെ എൽ ക്ലാസിക്കോ വേഴ്സസ് മാസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. എൽ ക്ലാസിക്കോയും മാസും തമ്മിൽ രണ്ട് ടോപ്പ് ടീം. കഴിഞ്ഞ ഹാഷ്വണ്ണും ആഷുവും തമ്മിലുള്ള ബാറ്റിലായിരിക്കും ഈ വട്ടം ആദ്യമേ തന്നെ കാണാൻ പോകുന്നത്. എൽ ക്ലാസിക്കോ വേഴ്സസ് മാസ്. നമുക്ക് നോക്കാം. And VNV
VNV versus KFC അവിടെ നടക്കുന്നു. ആൻഡ് അതുപോലെ IGZ versus VNV IGZ ഉണ്ട് അവിടെ. IGZ versus VNV. IGZ ഒരു പ്ലെയറിനെ VNV പോട്ടറിനെ ഫിനിഷ് ഓഫ് ചെയ്തു. VNV നല്ലൊരു ടാഗ് കയറിയിട്ടിരിക്കുന്ന ആൻഡ്രോ പെർഗോട്ട് ഒന്ന് ഓടിപ്പോകുന്നുണ്ട്. IGC നോക്കുകയാണെങ്കിൽ വീണ്ടും മുന്നോട്ട് തന്നെ കയറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ VNVയിലെ പ്ലേയേഴ്സിനെ എല്ലാവരെയും ഒരു എടുക്കാൻ തന്നെ നോക്കുകയാണെങ്കിൽ പാബ്ലോന്റെ അടുത്താണ് VNV ആൻഡ്രോ നിൽക്കുന്നത്. ആൻഡ്രോ അടിക്കുന്നുണ്ട്, ആൻഡ്രോ ടാഗ് കൊടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ അവർക്ക് ആൻഡ്രോ ഒരു നോക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ലൊരു അടുത്തടിക്കുന്നു. അടുത്തൊരു പിക്ക് ആൻഡ്രോ വീണ്ടും നല്ലൊരു പിക്ക്. 2 പിക്കാണ് ആൻഡ്രോ എടുത്തത്. നല്ല 2 പിക്ക് എടുത്തിരിക്കുന്നു ആൻഡ്രോ അവിടെ. IGZ അവിടെ എത്തിയിരിക്കുന്നു. IGZ VNVയുടെ ബാക്കപ്പ് അവിടെ എത്തിയിരിക്കുന്നു. VNV വേഴ്സസ് IGZ അങ്ങോട്ടും ഇങ്ങോട്ടും. VNVയുടെ സൈഡിൽ നിന്ന് നല്ല 2 റോക്കറ്റ് ഉണ്ട്. VNV ആൻഡ്രോയുടെ നല്ലൊരു ട്രൈ ആയിരുന്നു അവിടെ. IGZ വേഴ്സസ് VNV. രാജ റെഡ്ഡി അവിടെ അടുത്തൊരു നോക്ക് ഇടുന്നു. രാജ റെഡ്ഡി അവിടെ അടുത്തൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. VNV വേഴ്സസ് IGZ. ഒരു VNVയുടെ ഒരു കംബാക്ക് ആണ്. അടുത്തൊരു നോക്ക് ബൈ VNV. VNVയുടെ സൈഡിൽ നിന്ന് നല്ല കളി, നല്ല കീപ്പ് ഫ്രം VNV. VNV നോക്കുകയാണെങ്കിൽ ബാക്കിൽ വേറെ ടീം അവരുടെ പ്ലേയേഴ്സ് വീണ്ടും വരുന്നുണ്ട് സപ്പോർട്ടിനായിട്ട് തന്നെ. നല്ലൊരു കറക്റ്റ് ഒരു ടൈമിന് തന്നെ സപ്പോർട്ട് വന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ഒരുവിധം VNV വേഴ്സസ് VNV അവിടെ വൈപ്പ് ഓഫ് ചെയ്തിരിക്കുന്നു. അവിടെ IGZനെ വൈപ്പ് ഓഫ് ചെയ്തിരിക്കുന്നു. അടുത്ത ഫൈറ്റ് ഇവിടെ കമ്മിറ്റ് ആയിട്ടുണ്ട്. മാസ് വേഴ്സസ് എൽ ക്ലാസിക്കോ 10 വേഴ്സസ് 8 ആണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. മാസ് വേഴ്സസ് എൽ ക്ലാസിക്കോ. നമുക്ക് അടുത്ത കഴിഞ്ഞ കളിയിൽ ഈ ആൻഡ്രോന്റെ ആ ഒരു 2 പിക്കാണ് സത്യം പറഞ്ഞാൽ അവർക്കൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തത് തന്നെ. സോ വെൽ പ്ലേഡ് ആ ഒരു 2 ടീം. നോക്കുകയാണെങ്കിൽ മാസ് നേരത്തെ ഡോമിനേഷൻ പോലെ തന്നെ ഒട്ടും കുറവില്ലാതെ തന്നെ വീണ്ടും അടിക്കാൻ വരുന്നുണ്ട്. ഈസി നോക്കുകയാണെങ്കിൽ കറി ചെയ്തിട്ടുണ്ട്. എല്ലാം കായുമായിട്ട് അവിടെ വേറൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തായാലും ഈ ഒരു ഫൈറ്റ് നോക്കാം. മാസ് വേഴ്സസ് ഈസി തുടങ്ങിയിട്ടുണ്ട്. മാസ് അവിടെ ഒരു ഫൈറ്റ് എടുത്തു. മാസ് അവിടെ ഫൈറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. മാസ് വേഴ്സസ് ഈസി 10v8 അവിടെ ഈസി കിസ് നോക്കാനുള്ള സാധ്യത. ഈസി കിസ് അവിടെ നോക്കായിട്ടുണ്ട്. മാസിന്റെ സൈഡിൽ നിന്ന് അടുത്ത മാസിന്റെ സൈഡിൽ നിന്ന് രണ്ടാമത്തെ ഒരു നോക്ക് കൂടെ അല്ല ഫിനിഷ് ഓഫ് ചെയ്തതാണ്. മാസ് അടുത്തൊരു പിക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഈസി 2 പേര് റൈറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നു. റൈറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് അവിടെ KFC വേഴ്സസ് സ്കൈ നടക്കുന്നുണ്ട്. ഓൺ ദ സെയിം സൈഡ് 2 പേര് റൈറ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാനുള്ള ശ്രമം. ഈ VCക്ക് 7 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ കറന്റ്. ഇനി 7 പ്ലേയേഴ്സ് മാത്രം. 2 പേര് റൈറ്റ് ആംഗിൾ കളിക്കാനുള്ളൊരു പ്ലാനിലാണ്. മാസിലെ ആൾക്കാർ ടോപ്പ് ആംഗിളിൽ കയറുന്നുണ്ട്. മാസ് അടിക്കുന്നു. മാസ് എടുക്കുന്നു. അൻപാൻ കോട്ടൺ എടുത്തിട്ടുണ്ട്. നിക്കോ പാസ് നമ്മുടെ കോസ്മോൻ എടുക്കുന്നുണ്ട്. മാസിന്റെ അൻപാന്റെ വീണ്ടും അതൊരു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നോക്കണം നല്ലൊരു ഫൈറ്റ് കാണുന്നത്. റെക്സിന്റെ ഒരു കിൽ റെക്സ് അടിക്കുന്നുണ്ട്. നല്ലൊരു അഡ്വാൻറ്റേജ് എടുത്താണ് മാസ്. നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് കളിക്കുന്നുണ്ട്. ഈസിലെ വോൾട്ടൺ അടിക്കുന്ന ഒരു കില്ല് എടുക്കുന്നു. ഡിവൈൻ്റെ ഒരു കില്ല് വോൾട്ടൺ വീണ്ടും ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബുള്ളോപ്പിയുടെ ഒരു കിൽ ഡാർക്കിയുടെ ഒരു കിൽ. നോക്കുകയാണെങ്കിൽ നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ വീണ്ടും ബുള്ളോപ്പിയുടെ ഒരു കില്ല് എടുക്കുന്നുണ്ട്. വോട്ടക്സ് അടുത്തൊരു കില്ല് എടുക്കുന്നുണ്ട്. കോയ അടുത്തൊരു കില്ല് എടുക്കുന്നുണ്ട്. സിൻ അടുത്തൊരു കില്ല് എടുക്കുന്നുണ്ട്. കോയ വീണ്ടും ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റ് നമ്മൾ കണ്ടിരിക്കുന്നത്. മാസായിട്ട് തന്നെ ഡോമിനേറ്റ് ചെയ്ത് ആ ഒരു ടീം വൈപ്പ് ചെയ്തിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ മാസ് കണ്ടിന്യൂയിങ് ദ ഡോമിനേഷൻ. അവിടെ ഈസിയെ കഴിഞ്ഞ അവർക്ക് ഏറ്റവും കോമ്പറ്റീഷൻ കൊടുത്ത ടീമായ എൽ ക്ലാസിക്കോയെ അവിടെ ആദ്യം തന്നെ വൈപ്പ് ചെയ്ത് മാസിന്റെ 2ാമത്തെ മാച്ചിൽ ഒരു വരവ് അറിയിച്ചിരിക്കുന്നു. ആൻഡ് ഇവിടെ നോക്കിയാൽ സിൻ വേഴ്സസ് LM ഒന്നും ഇവിടെ നടക്കുന്നു. സിൻ വേഴ്സസ് LM 8 ടീമും 54 പേര്. LMന് ബാക്കപ്പ് ഇല്ല. അവിടെ LMന് അവിടെ ബാക്കപ്പ് ഇതുവരെ വന്നിട്ടില്ല. അതോ LMലെ ലാസ്റ്റ് പ്ലെയർ ആണോ എന്നുള്ളൊരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. LMന് അവിടെ ഇതുവരെ ഒരു ബാക്കപ്പ് ആയിട്ടില്ല. നമുക്ക് നോക്കാം. ആൻഡ് സിൻ അവിടെ ഹണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. LMലെ പ്ലെയർ പോസ്റ്റിന് വേണ്ടിയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഇല്ല അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, എല്ലാം അടിക്കുന്നു. നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പറ്റിയില്ല. നമ്മുടെ സിൻ നിക്കോള നമ്മുടെ എല്ലാം സെവൻ എടുത്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ ബാക്കി പ്ലേയേഴ്സ് എവിടെയാണെന്ന് അറിയത്തില്ല LMന്റെ. സോ കറന്റ്ലി ഇവിടെ ഏറ്റവും കൂടുതൽ കിൽസ് എടുത്തിരിക്കുന്നത് VNV ആണ്. VNV സെക്യൂറിംഗ് 10 kills ഓൺ ദ അതർ സൈഡ്. മാസ് ആണ് 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ 7 പേരും ആ 7 കില്ലും അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതുപോലെ IGZ 5 കില്ലായിരുന്നു എടുത്തിട്ടുള്ളത്. പക്ഷേ അവര് വൈപ്പ് ഓഫ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവർക്ക് കിൽസ് സെക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ലാമാസിയാണ് 4 കില്ലോട് കൂടി. പിന്നെ സെനിൻ 4 കില്ല്, കഴക്കൂട്ടം FC 3 കില്ല്, എലൈറ്റ് സ്ക്വാഡ് 1 കില്ല്, എൽ ക്ലാസിക്കോക്ക് 1 കില്ല് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ
എൽ ക്ലാസിക്കോയും ഓൾറെഡി വൈപ്പ് ഓഫ് ആയിട്ടുണ്ട്. എൽ ക്ലാസിക്കോയ്ക്ക് വളരെ അടുത്തൊരു മാച്ച്, ഭയങ്കര ക്രൂഷ്യൽ മാച്ച് ആയിരിക്കും ഈ എൽ ക്ലാസിക്കോയ്ക്ക്. സോ അവർക്ക് കുറച്ചും കൂടി കിൽസും ഇതും സെക്യൂർ ചെയ്ത് കളിച്ചാൽ മാത്രമേ ടൂർണമെന്റിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് മാസ് കണ്ടിന്യൂയിങ് ദ ഡോമിനേഷൻ. നമുക്ക് നോക്കാം. കറന്റ് RSH7 അപ്ഡേറ്റ്, കറന്റ് RSH7 ഫൈറ്റുകളൊന്നും ഇതുവരെ എങ്ങും വന്നിട്ടില്ല. RSH7 ഒന്നും RSH7 എവിടാന്നൊന്നും കാണിച്ചു കൊടുക്കും, കുറെ പേര് ചോദിക്കുന്നുണ്ട്. സോ RSH7 നല്ലൊരു പൊസിഷനിൽ അവര് ഹോൾഡ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്തെങ്കിലും കറന്റ് ഫൈറ്റ് വരാനുള്ള ചാൻസസ് ഒന്നും ഇല്ല RSH7 അടുത്ത്. ഇന്ന് ടിവിയുടെ മാച്ചില്ല, ഇന്ന് ടിവിക്ക് മാച്ചില്ല ഗൈസ്, ഇന്ന് ടിവിക്ക് മാച്ചില്ല. നമുക്ക് നോക്കാം. ടിവിക്ക് ഇനി നാളെയും മറ്റന്നാൾ. നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ തലവെട്ടും ഒരു ഇതാണ് നമ്മുടെ മെയിൻ ലോബിയുടെ മാച്ചാണ്, മെയിൻ ടീമിന്റെ മാച്ചാണ്. അതുപോലെ തന്നെ അതിന്റെ പിറ്റേന്ന് നമ്മുടെ CSK TVS CSKയുടെ ആ ഒരു ഇതാണ് ഇറങ്ങുന്നത്. സോ നാളത്തെ മാച്ചസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്, ഇന്നത്തെ മാച്ചസും മിസ് ചെയ്തത്. അപ്പൊ നോക്കുവാണെങ്കിൽ നമ്മുടെ എൽ ക്ലാസിക്കോ ടോപ്പ് ടേബിൾ ഉണ്ടായിരുന്ന എൽ ക്ലാസിക്കോ ആണ് നേരത്തെ വൈപ്പായി ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത മാച്ച് ഫുൾ ടീമോടെ വന്ന് ഒരു കംബാക്ക് കാണിക്കേണ്ടതാണ്, എന്നാലേ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ചു നേരത്തേക്ക് നമ്മുടെ സോണൊക്കെ ഒന്ന് ഷിഫ്റ്റ് ആയതിനു ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ ഫൈറ്റ് കാണാൻ പറ്റുന്നത്. അതുവരെയ്ക്ക് നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് മാസിന്റെ ആ ഒരു ഡോമിനേഷൻ, പ്യുവർ ഡോമിനേഷൻ എങ്ങനെയുണ്ട് നമ്മുടെ ഈഗിൾ? ഗോഗു, അത് ഞാൻ പറയണേ, ഗോഗു അഡിക്റ്റോജി, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. സെയിം സമയത്ത് സബ്സ്ക്രിപ്ഷനും വന്നു. അപ്പൊ ഗോഗു എന്റെ അടുത്ത് ചോദ്യം ചോദിച്ച സെയിം സബ്സ്ക്രിപ്ഷൻ ആ സമയത്ത് തന്നെ. സോ ഗോഗു, എനിക്ക് MRC ഗോഗു എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാസ് ഞാൻ പറഞ്ഞില്ലേ, ഈവൻ ദോ സേതു അത് പറഞ്ഞെങ്കിൽ പോലും മാസ് നമുക്കറിയാം കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് ഒക്കെ എടുത്ത് നമ്മുടെ സെർവറിൽ, വേറെ സെർവറുകളിലൊക്കെ വലുതായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, പ്രസൻസ് ഉണ്ടായിരുന്നാലും അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ടീം അല്ലായിരുന്നു. എക്സലൻസിൽ ആക്റ്റീവ് സ്ലോട്ട് ഉണ്ടായിട്ട് പോലും അവര് കുറച്ചൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്ത് കളിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു റീബിൽഡ് ചെയ്ത് അവര് ആ ഒരു ടീമിനെ ഇത്രയും അടിപൊളിയാക്കി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. അടിപൊളിയായിട്ട് അവർ ആ ടീമിനെ റീബിൽഡ് ചെയ്തുകൊണ്ടിരുന്നുണ്ട് MRC ഗോഗു. അതുപോലെ നോക്കുകയാണെങ്കിൽ ഗോഗു അഡിക്റ്റോജി, താങ്ക് യു സോ മച്ച് ഫോർ ദ 5 Eagle Gaming മെമ്പർഷിപ്പ് അഗൈൻ. താങ്ക് യു സോ മച്ച്. ഓ ഗോഗു അഡിക്റ്റോജി നോക്കൂ, KFC വേഴ്സസ് ES ഫൈറ്റ് നടക്കുകയാണ്. KFCയുടെ അടുത്തൊരു ഫൈറ്റ് നോക്കൂ. ESലെ 3 പ്ലേയേഴ്സിനെ കണ്ടിരിക്കുന്നത്. ESൽ ഒരാൾ ഡൗൺ ആയിട്ടുണ്ട്, KFC എടുത്തിട്ടുണ്ട്, ആഷാണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് പിക്ക്. നോക്കുകയാണെങ്കിൽ അടുത്ത പ്ലേയേഴ്സ് എല്ലാവരും പതുക്കെയാണ് അവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. സാപ്പ് എടുക്കുന്നുണ്ട് ബ്ലാക്കിനെ. അടുത്ത് എല്ലാവരും ഒന്ന് വരുമ്പോൾ ES കുറച്ചൊന്ന് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. അവർ സപ്പോർട്ട് വരുന്ന സമയത്ത് തന്നെ KFC അവരുടെ ചിക്കൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ ESന് ആ ഒരു അഡ്വാൻറ്റേജിലാണ് അവർ നിൽക്കുന്നത്. കൈഡോ എടുക്കുന്നുണ്ട്, അജീൻ എടുക്കുന്നുണ്ട്. കൈഡോന്റെ ഒരു പീക്ക് ഫൈറ്റ്. ES ലാംബോ KFC യങ്ലീൻ എടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ എന്റെ മോനെ KFC സാപ്പിന്റെ അടുത്താണ് ESന്റെ 3 പ്ലേയേഴ്സ് ആണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KFC ആഷ് എടുത്ത കില്ല് ഫിനിഷ് ആയിട്ടുണ്ട്. KFC സാപ്പിന്റെ അടുത്തൊരു കില്ലും ഫിനിഷ് ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ കേറി അടിക്കുന്നുണ്ട്, ES അടിക്കുന്നുണ്ട്. ESലെ KFC 2 പേര് അടിക്കുന്നുണ്ട്. MTS റാഷ്ഫോർഡ് ആണ് കില്ല് എടുത്തിട്ടുണ്ട് രായനെ. അതുപോലെ നോക്കുവാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നത് നോക്കിയാൽ ESന്റെ പ്ലേയേഴ്സ് ആണ് കുറവുള്ളത്. KFC ഈ നല്ലൊരു ഫൈറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊരു ടൈം പോയി. എന്നാലും നോക്കുകയാണെങ്കിൽ കൈഡോ എടുക്കുന്നുണ്ട്, കില്ല് എടുക്കുന്നുണ്ട്, ലാംബ് എടുക്കുന്നുണ്ട് കില്ല്, ആഷിന്റെ അടുത്തൊരു കില്ല്, MGC റാഷ്ഫോർഡിന്റെ അടുത്തൊരു കില്ല്, ആഷ് വീണ്ടും ഒരു കില്ല് എടുക്കുന്നുണ്ട്, MGC റാഷ്ഫോർഡ് വീണ്ടും ഒരു നോക്ക് എടുക്കുന്നുണ്ട്. നോക്കുവാണെങ്കിൽ വീണ്ടും ES കേറി അടിക്കുവാണ്. KFCയുടെ സാപ്പ് ഒറ്റയ്ക്കാണ് അടിച്ചോണ്ടിരിക്കുന്നത് എന്റെ മോനെ. എന്നാലും അവർ പിക്ക് എടുക്കാൻ പറ്റിയിട്ട് ഹോമോ സാപ്പിനെ എടുത്തിട്ടുണ്ട്. KFCയുടെ ഒരു പ്ലെയർ ആണ് ഇനി ബാക്കിയുള്ളത്. രണ്ട് പ്ലേയേഴ്സ് മാത്രമാണ് KFCക്ക് ബാക്കിയുള്ളത്. പക്ഷേ ESന്റെ ഡിസഡ്വാൻറ്റേജ്, അവർ ആ റിഡ്ജ് തിരിച്ചു കയറി അഡ്വാൻറ്റേജ് തിരിച്ചു പിടിച്ച് നല്ലൊരു ഫൈറ്റ് ആണ് എടുത്തത്. KFC പക്കി അവിടുന്ന് ടാഗ് കൊടുക്കുന്നുണ്ട്. 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ, ആച്ചും പക്കിയും മാത്രം. ESന്റെ നല്ലൊരു കമ്പാക്ക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. KFC വേഴ്സസ് അങ്ങനെ പക്കി ഉണ്ടാവണോ ലാസ്റ്റ് മാൻ. KFCക്ക് ആഷ് മാത്രമേ ബാക്കിയുള്ളൂ. കഴക്കൂട്ടം FCയിലെ അവസാനത്തെ പ്ലെയർ ആഷ് മാത്രം ബാക്കി. ഒരു നല്ലൊരു നോക്ക്, പക്ഷേ ആ നോക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നല്ലൊരു ട്രൈ ഫ്രം KFC. കഴക്കൂട്ടം FC ആൻഡ് ES നല്ലൊരു ഡിസഡ്വാൻറ്റേജ് അവിടെ തിരിച്ച് കൊണ്ടുവന്ന് അഡ്വാൻറ്റേജ് ആക്കി അവർ ആ സ്കോഡിനെ വൈപ്പ് ചെയ്ത് 10 കിൽസ് അവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ ഗോഗു അഡിക്റ്റോജി, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 Eagle Gaming മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബുദ്ധാട് ഗോഗു അഡിക്റ്റ് അതല്ല പിന്നല്ല. അപ്പൊ നോക്കുവാണെങ്കിൽ മാസിന്റെ അടുത്തൊരു ഫൈറ്റിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് നമുക്ക്. മാസ് വേഴ്സസ് RSH7 ആണോ? അല്ല, മാസ് വേഴ്സസ് കൈ ആണോ? മാസ് വേഴ്സസ് കൈ. മാസ് വേഴ്സസ് കൈ റൊസാനിയോ നോക്കാക്കുന്നു. സോനുമോൻ അവിടെ നോക്കാക്കുന്നു. മാസ് കൈന്റെ കയ്യിൽ ആ ഗണ്ണില്ലായിരുന്നു.
അല്ലായിരുന്നെങ്കിൽ ഒരു നോക്കെങ്കിലും എടുക്കാൻ പറ്റുമായിരുന്നു അറിയത്തില്ല. കൈ റോസിയാനോ ഡൗൺ ആയിട്ടുണ്ട്. ഇതെന്താ? ഓ RC7 തൊട്ടടുത്തുണ്ട്. പക്ഷെ മാസിന്റെ അടുത്ത് ഫൈറ്റ് എടുക്കുന്നില്ല. RC7 ബാക്ക് ഓഫ് ചെയ്യുമെന്ന് തോന്നുന്നു മാസിന്റെ അടുത്തുനിന്ന്. എനിക്കൊന്ന് നല്ലൊരു അഡ്വാൻറ്റേജ് എടുത്ത് ആ ഒരു മല പിടിച്ചിട്ട് മാസിനെ അടിക്കാനുള്ള ഒരു പ്ലാൻ ആണെന്ന് തോന്നുന്നു. RC7 versus ഒരു മാസ് നടക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഓ ഫൈറ്റ് തന്നെ കാണാൻ നമുക്ക് തോന്നുന്നു. ലെറ്റ്സ് വെയിറ്റ്. ആ ഒരു ഏരിയയിൽ തന്നെ മാസ് വന്നോണ്ടിരിക്കുന്നു. മാസ് കേറിക്കൊണ്ടിരിക്കുന്നു. മാസ് അഗ്രസീവായിട്ട് പുഷ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ എന്ന് തോന്നുന്നു. ഇതൊരു വെടിക്കിട്ട് ഫൈറ്റ് തന്നെ ആയിരിക്കും. ഡാമേജ് കൊള്ളില്ല, അത് ഡാമേജ് ആവില്ല. ഡാമേജ് ആവില്ല എന്നാണ് പാക്ക് പറയുന്നത്. പാക്കുവിനെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാനും അത് വിശ്വസിച്ചിരിക്കുന്നു. സോ നോക്കുകയാണെങ്കിൽ മാസ് എന്തായാലും RC7 നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷൻ പിടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മാസ് മണ്ടത്തരം കാണിക്കാതെ എന്തായാലും പ്യുവർ ഡോമിനേഷനോടാണ് മാസ് നിൽക്കുന്നത്. പക്ഷേ നമ്മളൊന്നും മണ്ടത്തരം കാണിച്ചല്ലടാ പവറായെന്ന് കാണിച്ചുകൊണ്ട് മാസ് ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി വേറൊരു പൊസിഷൻ പിടിക്കുന്നതുകൊണ്ട് കറങ്ങി കയറാനുള്ള പരിപാടിയാണ് മാസ് കാണിക്കുന്നത്. സോ ലെസി നല്ലൊരു ഫൈറ്റ് നമ്മൾ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ മണ്ടത്തരം കാണിക്കാതെ തന്നെ മാസ് അവിടെ ഒരു നല്ലൊരു പ്ലാൻ എടുത്തു. പക്ഷേ മാസ് അറിയാത്തൊരു കാര്യമുണ്ട്. RC7 അതുപോലെ തന്നെ ഇവര് കറങ്ങി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് RC7 കറങ്ങുന്നുണ്ട്. മാസ് കയറുന്ന സ്ഥലത്തോട്ട് തന്നെ RC7 കയറുന്നുണ്ട്. മാസ് പ്യുവർ ഡോമിനേഷനോടെ നിൽക്കുന്ന മാസ് ഫസ്റ്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന മാസിനെ അടിച്ച് അവരെ വൈപ്പാക്കി ടേബിൾ ടോപ്പ് ആക്കാനാണ് നമ്മൾ RC7. ലോബി ഫ്രാഗ് ഒന്ന് കാണിച്ചു തരുമോ ബ്രോ? ലോബി ഫ്രാഗ്സ് ഒന്ന് കാണിച്ചു തരുമോ? നോക്കുവാണെങ്കിൽ VNV വിത്ത് 10 kills ആണ് ടോപ്പ് കില്ല്. അതുപോലെ എലൈറ്റ് സ്ക്വാഡ് 8, മാസ് 8, കഴക്കൂട്ടം FC7, Zenin 5, IGZ5, ലാ മാഫിയ 4, എൽ ക്ലാസിക്കോ 1, കൈവൻ 0, RZ7 0. കറന്റ്ലി ഇതാണ് നമ്മുടെ ലോബിയിലെ ഫ്രാഗിന്റെ കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സോ നോക്കുകയാണെങ്കിൽ സിന്നിന്റെ അടുത്താണ് മാസ് നിൽക്കുന്നത്. സോ സിൻ എന്തായാലും പ്ലേയർ അഡ്വാൻറ്റേജ് ഇല്ലാതെ നിൽക്കുന്നത്. അവർ 2, 4, 5 പ്ലേയേഴ്സ് മാത്രമാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ എന്തായാലും ഒരു പൊസിഷൻ 6 പ്ലേയേഴ്സ്. സോ 7 പ്ലേയേഴ്സ് ജോയിൻ ചെയ്തു. അതിൽ ഒരാൾ എല്ലാം വേഴ്സസ് ES ആണ് നടക്കുന്നത്. ES അടിക്കുന്നുണ്ട്. ES റാഷ്ഫോർഡ് അടുത്തൊരു കില്ല് എടുക്കുന്നുണ്ട്. ജോക്കിനാണ് അടിച്ചിട്ടുള്ളത്. ES കാൽഡോ അടുത്തൊരു കില്ല് സ്പൈഡർമാനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ എല്ലാമിന്റെ ഒരു പ്ലേയേഴ്സിനെ അത് കണ്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ റാഷ്ഫോർഡ് എല്ലാം അടിക്കുന്നുണ്ട്. ESനെ അടിക്കുന്നുണ്ട്. ES ലാംബോനെ പിക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ റാഷ്ഫോർഡ് കയറിയിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ലാംബോ നമ്മുടെ സ്ലാറ്റിന് എടുത്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ സെക്യൂർ ചെയ്യുന്നുണ്ട്. ES അവിടെ ഒരു കില്ലോട് സെക്യൂർ ചെയ്യുന്നു. എല്ലാമിന്റെ ബാക്കി പ്ലേയേഴ്സ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എല്ലാമിന്റെ ബാക്കി പ്ലേയേഴ്സ് അല്ലേ വേണോ? വൈപ്പ് ഓഫ് ആയിട്ടില്ലല്ലോ. ഇല്ല, എല്ലാമില് ഒരു പ്ലെയർ മാത്രം ബാക്കിയുണ്ട്. ഒരു പ്ലെയർ മാത്രം എവിടെയോ ബാക്കിയുണ്ട് എല്ലാമിന്. ഒരു പ്ലെയറിന് ഇരുന്ന് ഇനി പൊസിഷൻ പോയിന്റ് എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. നമുക്ക് നോക്കാം എന്തായാലും. നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോബിയിൽ കഴിഞ്ഞ കളിയിൽ ആ ഒരു മിസ്റ്റേക്ക് എല്ലാം മാറ്റിക്കൊണ്ട് ഈ ഒരു ലോബിയിൽ കൂടുതലും നല്ലപോലെ അഗ്രസീവായിട്ടാണ് പ്ലേയേഴ്സ് എല്ലാവരും കളിക്കുന്നത്. നമ്മൾ കാണുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു പോയിന്റ് വേണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് നല്ലപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട് എല്ലാവരും. സോ ലെറ്റ്സ് നോക്കുകയാണെങ്കിൽ മാസ് നമ്മുടെ കൈനെ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. സിന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഒരു അഗ്രഷൻ കാണിക്കുന്നു മാസിന്റെ സൈഡിൽ നിന്ന്. മാസ് അവിടെ സിന്നിനെ പുഷ് ചെയ്ത് വരുവാണ്. അവിടെ ഫസ്റ്റ് സിന്നിന്റെ ഒരു പ്ലെയർ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നോക്കായി ഓൾറെഡി. എന്റെ അമ്മോ, അടിച്ച് മാസ് റെക്സ് ഒരു ഫിനിഷ്. മാസ് അൻപാനോട് നോക്കിടുന്നു. മാസ് റെക്സ് അടുത്തൊരു നോക്കിടുന്നു. സിന്നിക്കോളെ നോക്കിടുന്നു. മാസ് കോയെ നോക്കിട്ടിരിക്കുന്നു. സിന്നിക്കോളെ അവര് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. കൗണ്ടർ നോക്കോ വിസാറിനെ അവിടെ നോക്കിട്ടു. പിന്നെ അവിടെ സോനുമനെ നോക്കുന്നു. മാസ് വൈപ്പ് ചെയ്തിരിക്കുന്നു. മാസിന്റെ സൈഡിൽ നിന്ന് പ്യൂർ അഗ്രഷൻ ആണ് നമ്മൾ മാസിന്റെ സൈഡിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഒരു സ്കോഡിനെയും കൂടെ മാസ് വൈപ്പ് ചെയ്തിരിക്കുന്നു. ഒരു സ്കോഡിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുഷ് ചെയ്ത് വൈപ്പ് ഓഫ് ആക്കുക എന്നുള്ള ഒരു ടാർഗറ്റിൽ മാത്രമാണ് മാസ് കളിച്ചോണ്ടിരിക്കുന്നത്. കറക്റ്റ് സമയത്ത് സ്മോക്ക് വരുന്നു, കവർ വരുന്നു, എല്ലാം കൊണ്ട് നല്ല സിങ്ക് ആൻഡ് സിനർജിയില് മാസിന്റെ സൈഡിൽ നിന്ന് ഒരു നല്ല ഗെയിം പ്ലേ ആണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. 6 ടീമും 34 പ്ലേയേഴ്സുമാണ് എലൈവായിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത കളി അല്ലേ MRC ഗോകു?
അതെ, മാസ് നോക്കുകയാണെങ്കിൽ വെറുതെ ആ ഒരു പവർ അവർക്ക് അത്രയും ഡോമിനേഷൻ ആണ്, നല്ലൊരു പോയിന്റ് ഉണ്ട്. എന്നാലും അവർ മണ്ടത്തരം കാണിക്കാതെ സ്മോക്ക് ഒക്കെ ഇട്ടിട്ടാണ് ഓരോ പുഷ് ആണെങ്കിലും അവർ ചെയ്യുന്നത്. ഓപ്പണിലോട്ടൊന്ന് പുഷ് ചെയ്ത് ചുമ്മാ കില്ല് കൊടുക്കാനല്ല, അവർ സ്മോക്ക് ഇട്ട് കറക്റ്റിനാണ് അവർ കളിക്കുന്നത്. നോക്കായാലും റിവൈവ് ചെയ്യാനും അവർ സ്മോക്ക് ഇട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഓരോ മണ്ടത്തരം പോലും അവർ കാണിക്കാതെ ഇന്നലത്തെ കളിയെല്ലാം കണ്ട് നല്ലപോലെ മനസ്സിലാക്കി പഠിച്ചാണ് അവർ ഇന്ന് കയറി വന്നിട്ടുള്ളത്. പ്യുവർ ഡോമിനേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം മാസിന്റെ ഭാഗത്തുനിന്ന്. യു കണ്ടിന്യൂ ഈഗിൾ ഗെയിമിംഗ്. സോ ചാറ്റിൽ അവരെ ഓടിപ്പോയി ഇവരെ ഓടിപ്പോയി എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല ഗൈസ്. എൻഡ് ഓഫ് ദി ഡേ ഈ മാച്ചിന്റെ ടാർഗറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് പബ്ജി ഒക്കെ കണ്ടുവന്നവരും വളർന്നവരും അല്ലേ? പൊസിഷൻ എടുക്കുക, നല്ല ഫൈറ്റ്, സോണിനായിട്ട് മര്യാദക്കുള്ള ഫൈറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു ടീം ചിന്തിക്കുന്നത്. അത് RSH7 ആയാലും മാസ് ആയാലും അവരൊരു സൈഡിലോട്ട് ബാക്ക് ഓഫ് ആവുന്നുണ്ടെങ്കിൽ നല്ലൊരു പൊസിഷനിൽ പോയി ഫൈറ്റ് എടുത്ത് പൊസിഷൻ പോയിന്റും കൂടി എടുത്ത് കളിക്കുക എന്ന് സെൻസിബിൾ ആയിട്ട് തിങ്ക് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ കളിക്കത്തുള്ളൂ. അല്ലാതെ ഒരാളെ കാണുമ്പോൾ ഒരാൾ ബാക്ക് പോയി ഓടി എന്നല്ല അതിനർത്ഥം. സോ കുറച്ചും കൂടെ നിങ്ങൾ ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് ഏത് ടീമാണെങ്കിലും അത് ബാക്ക് ഓഫ് ആവുന്നത് അവരുടെ ടീമിന് ഐഡിയൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് നോക്കാം. 6 ടീമുകളൂടെ നമുക്ക് ഇനി ബാക്കിയുണ്ട്. സോ ഈ ഒരു സോണും കൂടെ വന്ന് ടച്ച് ആയി കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു നല്ല ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. കറന്റ് RSH7 ഫൈറ്റ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല ബ്രോ. കമ്മിറ്റഡ് ആയിട്ടില്ല. അവർക്ക് അവരുടെ സൈഡിലൊന്നും ഇതുവരെ ഫൈറ്റ് വന്നിട്ടില്ല. ഇനി സോണിലേക്ക് വരുന്നേ ഉള്ളൂ. നല്ല പിക്സലേറ്റ് ആയേ ലൈവ്. ഇപ്പൊ പിന്നെ ഓക്കെ ആയി. ഡിസ്കോഡിന്റെ ഇഷ്യൂ ആണല്ലേ. ഓക്കെ, RSH7 നോക്കുകയാണെങ്കിൽ സോണിനകത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. RSH7 താങ്ക് യുടാ. RSH7 സോണിനകത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ പറഞ്ഞു വരുന്ന പോലെ തന്നെ നല്ലൊരു പൊസിഷനും നല്ലൊരു അഡ്വാൻറ്റേജും ഉള്ള ഒരു ഏരിയ പിടിച്ചു വയ്ക്കുക. അവിടെ ഇങ്ങോട്ട് ആര് വരുന്നോ അവരെ എടുക്കുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് അഡ്വാൻറ്റേജ് ഇല്ലാത്ത സ്ഥലത്തോട്ട് ചുമ്മാ കയറിപ്പോയി കില്ലെടുത്ത് അത് ഡെഡായി പോകുന്നതിൽ അതൊരു മണ്ടത്തരമാണ്. സോ ചിന്തിച്ച് തന്നെ കളിക്കുക. നല്ല എല്ലാ പ്ലേയേഴ്സും ആ ഒരു ടൂർണമെന്റ് രീതി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളൊക്കെ ചാറ്റ് ചെയ്തിട്ട് പറയാതിരിക്കുക. എന്താ കേട്ടില്ല. ഈ വരുന്ന പ്രാവശ്യം ഹെൽമെറ്റ് ഇല്ല, ശ്രദ്ധിച്ചോ? നിന്റെ മൈക്ക് വേറെ കിടക്കുന്നു. ഇത് രായനാണോ? ഇത് രായനാത് എനിക്ക് മനസ്സിലായത് പോലും ഇല്ല. മൊബൈലിലാണോ? സോ എല്ലമിന്റെ ഒരു പ്ലെയർ പൾസറിലാണ് വന്നിരിക്കുന്നത്. പൾസർ സുനിയുടെ കയ്യിൽ ഗണ്ണ് പോലും ഇല്ലെന്ന് തോന്നുന്നു കേട്ടാ. ഹെൽമെറ്റും ഇല്ല. പുള്ളിക്കാരൻ സോണ് കണ്ട് സോണിനകത്ത് കയറി. പൾസറിന്റെ തൊട്ടടുത്ത് കൈ നിൽക്കുന്നത്. കൈയും പൾസറും തമ്മിലുള്ള അടിയാണ് നമ്മൾ കാണാൻ പോണത്. കൈ ഇവിടെ മരമായിട്ടിരിക്കുന്ന ഒരാള്. പൾസറിന്റെ കയ്യിൽ പൾസറില്ല, പക്ഷെ കൈന്റെ കയ്യിൽ ഗണ്ണുണ്ട്. അതുകൊണ്ട് നമ്മളെ പൾസറിനെ എടുക്കുമ്പോ നമുക്ക് നോക്കാം. അതോ പൾസർ നല്ലൊരു പൊസിഷനിലോട്ട് പിടിക്കാൻ നോക്കാം. 6 ടീമാണ് ഇപ്പോഴും ബാക്കിയുള്ളത്. 31 പ്ലേയേഴ്സ് അല്ലേ. വേണമെങ്കിൽ പൊസിഷൻ പിടിച്ച് തന്നെ പല ടീമിനും ടേബിൾ ടോപ്പിലോട്ട് വന്ന് ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ലെറ്റ് സി എങ്ങനെ പോകും നമുക്ക് നോക്കാം. ഇവരൊക്കെ പ്ലേയേഴ്സ് കുറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോയി ഇരിക്കുന്നത്. സോ അതും ഒരു സ്ട്രാറ്റജിയാണ്. ഉറപ്പായിട്ടും പൊസിഷൻ പോയിന്റ് ഇപ്പൊ ആളില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് നിന്ന് 10 പേര് അടിച്ചിടാൻ എന്തായാലും ഈ കളിയിൽ പറ്റത്തില്ല. അപ്പൊ സർവൈവ് ചെയ്ത് പൊസിഷൻ പോയിന്റ് ടീമിന് വേണ്ടി സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ടാർഗറ്റിലാണ് അവര് ബാക്ക് ഓഫ് ചെയ്തും മരമായിട്ടും കല്ലായിട്ടും ഒക്കെ മാറുന്നത്. അതൊരു പ്രത്യേക പ്രതിഭാസമാണ്. ഈ ഒരു കളിയിലാണെങ്കിലും നമ്മൾ പബ്ജിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായാൽ പിന്നെ നമുക്ക് മരമാവാം, കല്ലാവാം, പോച്ചമാനാവാം, പല രീതിയിലാണ് ടീമുകളുടെ സ്ട്രാറ്റജികൾ വരുന്നത്. എന്തായാലും അവർക്ക് നല്ലൊരു പോയിന്റ് സെക്യൂർ ചെയ്ത് ടീമിന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അല്ലാണ്ട് നെഞ്ചു പിരിച്ചോണ്ട് ആരെങ്കിലും ചെന്ന വായു. അതെ, വായു ഉറപ്പായിട്ടും. സോ മാസ് നോക്കുകയാണെങ്കിൽ 14 കില്ലോട് കൂടി മാസ് ഇവിടെ നല്ലൊരു ലോബി ഡോമിനേഷൻ കാണിക്കുന്നു. എലൈറ്റ് സ്ക്വാഡും തൊട്ട് പുറകെ ഉണ്ട്. ഞങ്ങളും അത്രയ്ക്ക് മോശക്കാരല്ലെന്ന് പറഞ്ഞു 11 കില്ലായിട്ട് എലൈറ്റ് സ്ക്വാഡ് എവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ BNB 10 കില്ലായിട്ട് അതിലും തൊട്ട് പുറകെ. എല്ലാം അടുത്തത് ഒരു ഫൈറ്റിൽ മാറാവുന്ന കിൽ പോയിന്റുകളാണ് നമുക്ക് ഇവിടെ തോന്നുന്നത്. ഒരു ടീം അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ മുന്നിലെത്താൻ പറ്റും. സോ RSH7 ഇവിടെ എത്തിയിട്ടുണ്ട്. RSH7 അവിടെ മാസിനെ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. മാസിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് RSH7. സോ ഗേറ്റ് കീപ്പ് ചെയ്തിരിക്കുന്നു. സോ RSH7 മറികടന്ന് മാത്രമേ മാസിന് സോണിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവർക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാനില്ല. 2 മിനിറ്റും 22 സെക്കൻഡുമാണ് അവർക്ക് സോണിലേക്ക് പോകാനുള്ള ടൈം ഉള്ളത്. സോ RSH7 അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാസ് വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്.
ക്വാളിറ്റി പോന്നു. ഓ RZ7 അവിടെ എനിക്ക് തോന്നുന്നു മാസ് റൊട്ടേറ്റ് ചെയ്തു. RZ7 മാസ് ഓൾറെഡി ലെഫ്റ്റ് ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു കഴിഞ്ഞു. അവരൊരു ലെഫ്റ്റ് ലോങ് റൊട്ടേഷൻ എടുക്കാനുള്ള പ്ലാനാണ്. പക്ഷെ അവർക്ക് സോണിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നല്ല ഡാമേജ് ഉണ്ടാവും സോണിന്. എന്താണ് ഗോഗോ അഭിപ്രായം ഈ ഒരു ലെഫ്റ്റ് റൊട്ടേഷൻ? പക്ഷെ R7 മാസിന് തന്നെ എടുക്കണം എന്നുള്ള ഇതിൽ തന്നെയാണ് അങ്ങോട്ട് തന്നെ കയറി പോകുന്നുണ്ട്. നോക്കുവാണെങ്കിൽ നല്ലൊരു ഫൈറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. മാസ് വേഴ്സസ് R7 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ ആര് ഈ ഒരു ഫൈറ്റിൽ ജയിവാനായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടറിയാം. പക്ഷേ ഇല്ല, വീണ്ടും പ്ലാൻ മാറ്റിയിട്ടുണ്ട്. R7 സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ട്രൈ ആണ് നടക്കുന്നത്. പക്ഷെ മാസ് അവിടുന്ന് നല്ല അടി കൊടുക്കുന്നുണ്ട്. സോണിൽ കയറിയിട്ട് ഗേറ്റ് കീപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഗേറ്റ് കീപ്പ് ചെയ്യാനുള്ള പ്ലാനാണ് RZ7ന്റെ സൈഡിൽ നിന്ന്. നമുക്ക് നോക്കാം, മാസിനും സോണിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എന്റെ ഒരു ഇത് വെച്ച് നോക്കിയാണ് അഡ്വാൻറ്റേജ് ഒബ്വിയസ്ലി RZ7 ആയിരിക്കും. കാരണം അവര് ആദ്യം തന്നെ സോണിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് അവർക്ക് കിട്ടും. പക്ഷെ മാസിന് കുറച്ചധികം കറങ്ങി വരണം. മാസ് സ്റ്റിൽ അവരുടെ ബാക്ക് സൈഡിലാണ്. നമുക്ക് നോക്കാം ലാസ്റ്റ് 6 ടീംസ് നോക്കുവാണെങ്കിൽ ESന്റെ അടുത്തോട്ടാണ് R7 ESന്റെ അടുത്തോട്ടാണ്. അവിടെ ഫൈറ്റ് ആവുകയാണെങ്കിൽ മാസിന് ഒരു ഈസി തേർഡ് പാർട്ടി അടിക്കാം. നമുക്ക് നോക്കാം. ഇത് എപ്പോഴത്തെയും പോലെ തന്നെ വീണ്ടും ഒരു തേർഡ് പാർട്ടി ഫൈറ്റ് തന്നെ വരാൻ പോകുന്നതാണ് തോന്നുന്നത്. നോക്കുവാണെങ്കിൽ R7 ഡയറക്റ്റ് ഓപ്പൺ ഏരിയയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ RZ7 സാൻഡ്വിച്ച് ആവാനുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. പക്ഷെ അങ്ങോട്ട് പോയില്ല. ES അവിടെ ഉണ്ടെന്നുള്ള കാര്യം RZ7 മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ നേരെ പോകുന്നു. RZ7 റൈറ്റ് ആംഗിൾ ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ഇനി മാസ് ആണോ ESന്റെ അടുത്ത് ഫൈറ്റ് ആവാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ആ ഒരു ഏരിയയിലോട്ടാണ് മാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ മാസ് ആ ഒരു പ്യുവർ ഡോമിനേഷൻ വെച്ചിട്ട് തന്നെ നോക്കുവാണെങ്കിൽ മണ്ടത്തരൊന്നും കാണിക്കാതെ അവർക്ക് ഈസിലി ക്വാളിഫൈഡ് ആവാൻ പറ്റും. എന്നാലും അവർ മണ്ടത്തരൊന്നും കാണിക്കാതെ ഫൈറ്റ് വേണ്ട സ്ഥലത്ത് ഫൈറ്റ് എടുത്ത് കളിക്കുവാണ്. നമ്മുടെ ടൂർണമെന്റ് എങ്ങനെ കളിക്കണം എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ടീമും പക്ക കളിക്കുന്നത്. വേണ്ട ടൈം ബാക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഈ ഒരു ഫൈറ്റ് നടക്കുമോ ഇല്ലെന്ന്. മാസിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മാസ് വേഴ്സസ് ടോപ്പിൽ നിൽക്കുന്ന ഈ ലോബിയിൽ ഫ്രാഗ് ചെയ്ത ടോപ്പ് 2 ടീംസ് തമ്മിലുള്ള ബാറ്റിലാണ്. ES വേഴ്സസ് മാസ്. മാസ് കോയ കുറച്ച് മേളിലോട്ട് പോയിട്ടുണ്ട്. കുറച്ച് മേളിലോട്ട് കയറുന്നു. പക്ഷെ സ്പോട്ട് ചെയ്തു കോയ അവിടെ സ്പോട്ട് ചെയ്തു. കോയ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കോയക്ക് നല്ല ടാഗ് കൊടുക്കുന്നു. അവിടെ ES ഒരു നോക്കിടുന്നു. മാസിന് നോക്കിടുന്നു. ES തിരിച്ചൊരു നോക്കിടുന്നു. മാസിനെ രണ്ടുപേരും നോക്കാണ്. ES 3 റൗണ്ട് നോക്കിടുന്നു. മാസ് തിരിച്ചൊരു നോക്കുന്നു. ES ഒരു ഫിനിഷ് എടുക്കുന്നു. മാസിൽ നോക്കെടുക്കുന്നു. ES വേഴ്സസ് മാസ്. R7 വിസ്ഡം ഓർഡർ നോക്കിടുന്നു. ഫിനിഷ് എടുക്കുന്നു. വിസ്ഡം ഓർഡർ ഫിനിഷ് എടുത്തു. മാസിന് സൈഡിൽ R7 കറക്റ്റ് സമയത്ത് വന്ന് തേർഡ് പാർട്ടി അടിക്കുന്നു മാസിനെ. മാസ് വേഴ്സസ് R7. ESനെ ഫിനിഷ് ആക്കി. അവിടെ ES വൈപ്പ് ഓഫ് ആയി. പക്ഷെ R7 സൈഡിൽ നിന്ന് നല്ലൊരു തേർഡ് പാർട്ടി from R7. വിസ്ഡം അവിടെ നോക്കെടുക്കുന്നു. ദിഗോഡ് അവിടെ നോക്കുന്നു. ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് ലോർഡ് ഫാൽക്കൺ അവിടെ R7 സൈഡിൽ നിന്ന് കിട്ടിയില്ല ഒരു തേർഡ് പാർട്ടി. പറയാതിരിക്കാൻ വയ്യ. അവര് സോണിനകത്തോട്ട് പോയിട്ട് തിരിച്ചു വന്ന് മാസിനെ അടിച്ച് വൈപ്പ് ഓഫ് ആക്കി കളഞ്ഞു. നല്ല കുറെ കാഷ്വാലിറ്റീസ് ES അവിടെ ഇട്ട് കൊടുത്തിരുന്നു. കുറച്ചും കൂടി ഈസിയായി R7 ആ ഒരു ഫൈറ്റ് ജയിക്കാൻ വേണ്ടി. 4 ടീമുകൾ മാത്രം ബാക്കി. 17 പ്ലേയേഴ്സ് അല്ലേ R7 ജയിക്കാൻ പറ്റും. നോക്കാം നമുക്ക്. 8 പേര് R7. R7 8 പേരാണ്. R7 വന്നപ്പോ തന്നെ പ്ലാനോട് തന്നെയാണ് വന്നത്. കാരണം മാസ് സാറിനെ എടുക്കാൻ വേണ്ടി അവർ നല്ല പോലെ വെയിറ്റ് ചെയ്ത് കളിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. നല്ല അഡ്വാൻറ്റേജ് എടുത്ത് നിൽക്കുന്ന കണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ സത്യം പറഞ്ഞ R7 തേർഡ് പാർട്ടി ആയി മാസ് സാർ വന്ന് അടിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നേരെ തിരിച്ച് ഉൾട്ടയായിട്ടുണ്ട് കളി. നല്ലതുപോലെ ഹാൻഡിൽ ചെയ്തു R7 അവിടെ. ഇനി ബാക്കിയുള്ള ടീമുകളിലൊക്കെ ആൾക്കാർ വളരെ കുറവാണ്. സോ R7 ജയിക്കാനുള്ള ഒരു പോസിബിലിറ്റി നല്ലതുപോലെ ഉണ്ട് ഇവിടെ. VNV 5 പേര്, കയ്യുവാൻ ഒരാള്, പിന്നെ അല്ല കയ്യുവാൻ 3 ആള്. പക്ഷെ സ്പ്ലിറ്റ് ആണ്. കിൽസ് ഒന്ന് കാണിക്കാം. കിൽസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിൽസ് നോക്കുകയാണെങ്കിൽ മാസ് വിത്ത് 20 kills, എലൈറ്റ് സ്ക്വാഡ് വിത്ത് 12 kills, VNV വിത്ത് 10 kills, R7 with 8 kills, Karakotam FC with 7 kills, Senin 5 kills, IGSR 5 kills, Lamasia 4 kills, El Clasico 1 ആണ് കറന്റ് ഇപ്പോൾ ഉള്ള ലോബിയിലെ കിൽ കൗണ്ട് എന്ന് പറയുന്നത്. സോ R7 കുറച്ചും കൂടി കിൽസ് ഫ്രാഗ് ചെയ്യാൻ പറ്റുമോ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൈ വേഴ്സസ് VNV ഒരു പ്ലെയറിനെ ഇവിടെ കൈയുടെ പ്ലെയറിനെ നോക്കാം ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം VNVക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവർക്ക് സോണിലേക്ക് പോയേ പറ്റത്തുള്ളൂ. സോണിലേക്ക് പോകണം.
കൈ ഇപ്പോഴും 4 ടീമാണ് ബാക്കിയുള്ളത്, 16 പ്ലേയേഴ്സ് ആണ് ലൈവ്. സോ നോക്കുവാണെങ്കിൽ RZ7 എല്ലാ സ്ഥലത്തും സോണിന്റെ അകത്ത് എല്ലാ ഏരിയയും അവരൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഏത് ഏരിയയിൽ ആളെ കണ്ടാലും കില്ല് എടുത്ത് അവർക്ക് ടേബിളിൽ ഒരു നല്ലൊരു സ്ഥാനം പിടിക്കാനാണ് RZ7 നോക്കുന്നത്. നോക്കുവാണെങ്കിൽ കറന്റ് RC7 ഇവിടെ VNV ഗേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് സോണിലേക്ക് അതെ അതെ, സോണിലേക്ക് കയറ്റാതിരിക്കാൻ VNV ഗേറ്റ് കീപ്പ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. RZ7 അവിടെ ഗേറ്റ് കീപ്പ് ചെയ്ത് കളിക്കുകയാണ്. സോൺ ഔട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ അടിക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് RZ7. ഓൾറെഡി സോണിനകത്ത് നല്ലൊരു പൊസിഷൻ പിടിച്ചിരിക്കുന്നു RZ7. സെൻസിബിൾ ആയിട്ട് കളിക്കുന്നു RZ7. സ്മോക്ക് കിട്ടും അവിടെ ഫ്രണ്ടിൽ നിന്ന് സ്മോക്ക് ഇട്ട് അവരുടെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട് VNV. ഓ, വെളിയിലോട്ട് ഇറങ്ങി പുഷ് ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് RZ7. റോബിൻ അവിടെ കയറുന്നു, മേളിൽ കയറി ഫൈറ്റ് എടുക്കുന്നു. RZ7 VNV ടോബി VNV versus RZ7. അഡ്വാൻറ്റേജ്, ഹൈറ്റ് അഡ്വാൻറ്റേജ് BNBക്ക് ഉണ്ട്. സോ RZ7 അതില് ഒരു പണി കിട്ടുമ്പോൾ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഫൈറ്റ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും RZ7 നല്ലപോലെ വളയുന്നുണ്ട്. BNBയുടെ സോൺ വന്നിരിക്കുന്നു. VNV സോൺ ഔട്ട് ആയിട്ടുണ്ട്. VNV സോൺ ഔട്ട് ആയി. പപ്പോ നോക്കിട്ടു. പപ്പോ നോക്ക് ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞു. പപ്പോ അടുത്തൊരു നോക്കിടുന്നു. ഫ്ലിക്ക് അവിടെ നോക്കിടുന്നു. RZ7 സോണിനകത്തോട്ട് കയറിയ പറ്റും. ഫ്ലിക്ക് അവിടെ ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞു RZ7. BNBയുടെ അവസാനത്തെ പ്ലെയർ മാത്രം ബാക്കി. സോൺ ഔട്ടിൽ വെച്ചിട്ടുണ്ട് 2 പ്ലേയേഴ്സ്. RZ7 ഒരു പ്ലെയറും സോൺ ഔട്ടിൽ വീണു. ആൻഡ് ലാസ്റ്റ് 3 ടീംസ്, 3 ടീമുകൾ മാത്രം ബാക്കി. അതിൽ RZ7 മാത്രമാണ് മാൻ അഡ്വാൻറ്റേജ് ഉള്ളത്. ആൻഡ് അവർക്ക് സോണിലേക്ക് പോയേ പറ്റത്തുള്ളൂ. സോണിലേക്ക് പോയി അവിടെ കയ്യിൽ ഒരു പ്ലെയർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കയ്യിൽ ഒരു പ്ലെയറും അതുപോലെ തന്നെ വേറെ ആരാണ്? കയ്യിലെ 2 പ്ലേയേഴ്സ് ആണോ? രണ്ടുപേരും രണ്ടിടത്ത്. കൈ 2 പിന്നെ കൈ 2 എല്ലാം 1 മാത്രമാണ്. RZ7 ജയിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് മാൻ അഡ്വാൻറ്റേജ് വൈസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ RZ7 സോണിൽ എൻ്റർ ആയിട്ടുണ്ട്. RZ7 ആൻഡ് ബാക്കിൽ ഒരാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ അവര്? ഇല്ല, അവിടെ ആരും ഇല്ലല്ലേ, ചുമ്മാ വെടി വെക്കുന്നതാ. എല്ലാ പുല്ലും വെട്ടിത്തള്ളിച്ച് നോക്കുന്നുണ്ട്. ഓ, ജിൻസക്കായി കത്തിപ്പോയിട്ട് ജിൻസക്കായി തിരിച്ചെത്തിയിരിക്കുന്നു. RZ7 കവർ ചെയ്തോണ്ടിരിക്കാണ്. RZ7 അവിടെ അടുത്തൊരു നോക്ക് കൊണ്ടിടുന്നു. പക്ഷെ ജിൻസക്കായി അവിടെ നോക്കായി ഇൻസ്റ്റന്റ് ഫിനിഷ് ചെയ്ത് കളഞ്ഞു. ഇല്ല, ജിൻസക്കായി അല്ല, അത് ഇതായതല്ലേ, ബഗ് ആയത് കാണിച്ചതാ. നോക്കുവാണെങ്കിൽ ഇനി എല്ലാം നമ്മുടെ പൾസർ സുനി എവിടെ ഇരിക്കുന്നു? പൾസർ സുനി മരമായിട്ടിരിക്കുകയാണ്. മരം. പൾസർ സുനി ഒരു പൾസർ സുനി ഒറ്റയ്ക്ക് ടീമിന് 6 പോയിന്റ് നേടിക്കൊടുത്ത പൾസർ സുനി. അവിടെ വിസ്ഡം കണ്ടുപിടിച്ചിരിക്കുന്നു പൾസർ സുനിയെ. അവിടുന്ന് അടിക്കുന്നു. നല്ല ടാഗ് കൊടുക്കുന്നു. RZ7 finishing the game with 15 team kills. 25 points ആണ് RZ7 അവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. RZ7 സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ആണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ മാച്ച് 15 കില്ലോട് കൂടി RZ7 നോക്കിക്കഴിഞ്ഞാൽ 28 പോയിന്റ് ആണ് RZ7 സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ലാമാസിയ പൾസർ സുനി ഒരുത്തനുള്ളത് കൊണ്ട് മാത്രം 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ലാമാസിയാണ്. പൾസർ സുനിയുടെ കോൺട്രിബ്യൂഷനിൽ 10 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു 4 കില്ലോട് കൂടി. ആൻഡ് നോക്കുകയാണെങ്കിൽ മാസ് വിത്ത് 20 കിൽസ് അഗൈൻ 20 കില്ല് സെക്യൂർ ചെയ്തുകൊണ്ട് മാസ് ഇവിടെ 23 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. ഒബ്വിയസ്ലി പോയിന്റ് ടേബിളിൽ ഒന്നാമത് മാസ് തന്നെ ആയിരിക്കും കഴിഞ്ഞ 2 മാച്ചിലെ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ. ആൻഡ് ഹാഷ്3 നമ്മൾ നോക്കുകയാണെങ്കിൽ കയ്യുവാനാണ് ഹാഷ്3 അടിച്ചത്. പക്ഷെ 0 കില്ലും 5 പോയിന്റ് ആണ് അവർ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് വടക്കൻ വീട്ടിലെ 4ാം സ്ഥാനം ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. 12 കിൽ പോയിന്റും അതുപോലെ തന്നെ 16 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. എലൈറ്റ് സ്കോഡ് 6 ആണ്. 12 കില്ലോട് കൂടി 14 പോയിന്റ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ലാമാസിയ 2 ഹാഷ് ആണ് ഇരിക്കുന്നത്. പക്ഷെ 4 കില്ലും
10 പോയിന്റുമാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. കഴക്കൂട്ടം FC ഹാഷ് 8 ആണ്, 7 കില്ലും 0 പ്ലേസ്മെന്റ് പോയിന്റും. സെനിൻ അതുപോലെ തന്നെ 7ാമത്തെ സ്ഥാനമാണ്, 5 കില്ലും 0 പ്ലേസ്മെന്റ് പോയിന്റ് 6 പോയിന്റ് ആണ്. കയ്യുവാൻ അതുപോലെ ഹാഷ് 3 ആണ്, 0.5 കിൽസ്. IGZ 10ാം സ്ഥാനമാണ്, 5 കിൽസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് പോയിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. നോക്കുകയാണെങ്കിൽ എൽ ക്ലാസിക്കോ ആണ് ഏറ്റവും ലാസ്റ്റ്, 9 ഹാഷ് 9 ആണ്, 1 കില്ലും 0 പൊസിഷൻ പോയിന്റ്സും ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്.